Hello guys, welcome back to my YouTube channel, Back Calvo. With the zest, the Calvo's magic. It's time for the quest. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Back Calvo. Stirring up love in every pot and pan. The Calvo vibes, come join the clan. അപ്പോൾ guys, ഇന്ന് നമ്മുടെ പരിപാടി മെക്സിക്കൻ ബുറിറ്റോസ് വിത്ത് മെക്സിക്കൻ കോൺ റിബ്സ്. നമ്മളിവിടെ കോൺ റിബ്സ് എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇന്നത്തെ പെട എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലീസ് അല്ലറ ചില്ലറ ഐറ്റംസ് കൂട്ടിയിട്ട് ഒരു പൂശ് അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ പിടയ്ക്കണം, ഓവൺ ചെയ്യണം, ബും ബും ചിക്കാവ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ, കുറച്ച് പാപ്രിക്ക, പിന്നെ ഇത് നമ്മുടെ ഒനിയൻ ആൻഡ് ഗാർലിക്കാണ്. അപ്പോൾ ഇത് കുറച്ച് പാഴ്സലിയാണ്. അപ്പോൾ ഇത് ഒരു പൊട്ടിക്ക് കുറച്ച് സാൾട്ട്, കുറച്ച് പെപ്പർ, പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലെമൺ ജ്യൂസ്. അപ്പോൾ ഗൈസ് ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോൺ റിബ്സ് മാരിനേറ്റ് ചെയ്യാം, എന്നിട്ട് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ ഉണ്ട്. നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പൂശുക. ഓഫ്, എന്താ കളറല്ലേ! ഞാനിത് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നമ്മുടെ ടോട്ടിലാസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് അവിടെയാണ്. അപ്പോൾ ഞാൻ ആദ്യം വർക്ക് ചെയ്ത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, DF ടാക്കോസ് എന്ന് പറഞ്ഞൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിലാണ്. അവിടെ നമുക്ക് കോൺ റിബ്സ് ഇല്ല, അവിടെ എന്തിനായിരുന്നു അതിൻ്റെ പേര്, സ്വീറ്റ് കോൺ. സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞൊരു സാധനം, അതൊന്നുമില്ല. വേവിച്ച നമ്മുടെ കോണ് ഒരു കപ്പിലിട്ട് തരും. അതിൻ്റെ മുകളിൽ ഫെത്ത, ചിപ്സ് സോൾട്ട്, ഫെത്ത, ക്രമ സാധനങ്ങൾ ഇട്ടിട്ട് ലാസ്റ്റ് ഐസ് ഇട്ട് മാരിനേറ്റ് ഇട്ട് തരും. അതായിരുന്നു അവിടെ DF ടാക്കോസിൽ ഉണ്ടാകുന്നത്. പിന്നെ ഇത് നമ്മുടെ ടോട്ടിലാസ് എന്ന് പറഞ്ഞാൽ UK റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഒരു ഫെസ്റ്റിവൽ ഐറ്റം എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ആഫ്റ്റർ 6:30 മാത്രമേ ഒരു സെല്ല് ചെയ്യുള്ളൂ, ഒരു സൈഡായിട്ട് വരുന്ന സാധനമാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ മാരിനേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലെമൺ കൂടി ചെത്തി സൈഡിൽ പടച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ ഓവൺ ചെയ്യാം. Sizzle in the pan, can you feel that heat? Oh, Calvo is here, bring that fiery beat. Chop it up, whip it fast, let the fire. അപ്പോൾ ഗൈസ് കുറച്ച് ചിക്കൻ, പിന്നെ അപ്പോൾ ഇത് അരി. നമുക്ക് അരി കുറേ വേണ്ട, കുറച്ച് മതി. കാരണം റൈസ് നമ്മൾ ബുറീറ്റോ ഉപയോഗിക്കില്ല, ഒരു 50 ഗ്രാം റൈസൊക്കെ നമ്മളൊരു ബുറീറ്റോയിൽ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ റൈസ് അതുപോലെ ചിക്കൻ. അപ്പോൾ ഗൈസ് ഞാൻ നമ്മുടെ റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ, സാധനം അപ്പോൾ ഒന്ന് സെറ്റാവും. കഴിഞ്ഞിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ചിക്കന് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് ചില്ലി കോൺ കർണെ മിക്സാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിലിപ്പോൾ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർലിക്, ഒനിയൻ, അതേപോലെ പിന്നെ എന്തിട്ടൊക്കെയാ, ഒറിഗാനോ, പാപ്രിക്ക, ചില്ലി പൗഡർ എല്ലാം വരുന്ന ഒരു മിക്സാണ്. അപ്പോൾ നമ്മൾ അധികം പണ്ടെടുക്കണ്ട, പൊട്ടിക്കുക, ഇടുക, മിക്സ് ചെയ്യുക, വേണേൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, പരിപാടി കലാശ്. പിന്നെ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ, അത്രയേ ഉണ്ടോ. പിന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി സെറ്റ് ചെയ്യണം, അതേപോലെ നമ്മുടെ ചിക്കൻ ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കണം. കമാൺ, കഴുകണേ, അരി കഴുകണേ, അരി കഴുകുക ഇളക്കിളക്കി കഴുകി പൊട്ട ഫ്രൈ കഴുകിയ അരിയുമായി നീ അരി കഴുകു. ഞാൻ കുറച്ച് ഷൂ പോളിഷ് ചെയ്യട്ടെ.
അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കനും റൈസും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബുറീറ്റോസിന് വേണ്ടിയിട്ട് കുറച്ച് സലാഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓനിയൻസ്, ഹാലപ്പീനോ, ടൊമാറ്റോ, പിന്നെ കൊറിയാണ്ടർ, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ, പിന്നെ കുറച്ച് പെപ്പർ, പിന്നെ കുറച്ച് സോൾട്ട് മിക്സ്. ഒനിയൻസ്, പിന്നെ ഹാലപ്പീനോ, ഹാലപ്പീനിയോ എങ്ങനെയാണോ? നമ്മൾ മലയാളികൾ മുളക് എന്ന് പറയും. ഞങ്ങൾ പറയാം മുളക് എന്നല്ല, മുളക്. സ്കൂൾ സ്കൂൾ ആ അങ്ങനെ ഞങ്ങൾ പറയാ. ചില സാധനങ്ങൾ ഞങ്ങള് നിങ്ങൾ ഉജ്ജാലന ഉജ്ജാല എന്നല്ല പറയാ, ഞങ്ങൾ ഉജ്ജാലന കുജ്ജാല എന്ന് പറയാ. എടാ കാര്യമായിട്ട്. ഇനി കൊറിയാന്തർ നമ്മൾ ഒരു പ്രൊഫഷണൽ കുക്ക് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ജോലിക്ക് കയറുമ്പോൾ അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സംഭവം. ആ എന്നിട്ട് ഇങ്ങനെ പിടിക്കണം. ഇത് നമ്മൾ എന്തിനാ ഇങ്ങനെ വിരൽ വെക്കണ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വേണം വെക്കാൻ. നമ്മൾ എന്തിനാണ് വിരൽ ഇങ്ങനെ പിടിക്കണതെന്ന് വെച്ചാൽ നമ്മുടെ നെയ്ഫ് കൊണ്ടിട്ട് നമ്മുടെ വിരലിൻ്റെ തുമ്പ് കട്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പിടിക്കണേ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എത്ര സ്ട്രെസ്സിൽ കട്ട് ചെയ്താലും നമ്മുടെ വിരലുകൾക്ക് ഒന്നും സംഭവിക്കില്ല. കണ്ടോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കൊറിയാണ്ടർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇട്ടു. ഇനി നമുക്ക് എന്തിനു വേണ്ട? ഒരു പൊട്ട് ഒലീവ് ഓയിൽ, അതുപോലെ കുറച്ച് സാൾട്ട്, പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്. നമ്മുടെ എല്ലാ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് നന്നായി മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ആ ലെമണിൻ്റെയും അതുപോലെ ടൊമാറ്റോയുടെയും ഒനിയൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് ഈ സലാഡിൽ കിട്ടണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബുറിറ്റോ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ് ഉണ്ട്. അത് കുക്ക്ഡ് ബീൻസാണ്. ഞാനതിവിടെ അടുത്തുനിന്ന് വാങ്ങിച്ചത്, അൽഡിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഞാൻ മൈക്രോവേവ് ചെയ്തിട്ട് അത് കൊടുക്കാം. പിന്നെ കുറച്ച് ചീസ്, എല്ലാം റെഡിയായി. നമുക്ക് ബുറിറ്റോ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ചിക്കൻ നന്നായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ. സെറ്റാണ് ചിക്കൻ. നമുക്ക് വേണ്ട കുറച്ച് ലെറ്റസ് ആണ് ബുറിറ്റോയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ലെറ്റസ് ഇങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ലെറ്റസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബീൻസാണ്. അപ്പോൾ ബീൻസ് ഞാൻ മൈക്രോവേവ് ചെയ്ത് എടുത്താണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ വറുത്തപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ഓയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് വെച്ച് മിക്സ് ചെയ്യണം. ഒരു ഭയങ്കര ഫ്ലേവർ ആയിരിക്കും അത്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യാം. കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കുക. ബീഫ് കാണാനും കുറച്ച് അടിപൊളിയായിരിക്കും. നമ്മുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓ കറക്റ്റ് സെറ്റ്. നമ്മളിതൊരു 45 മിനിറ്റ് 150 ഡിഗ്രിയിലാണ് കുക്ക് ചെയ്തത്. ബുറിറ്റോ നമ്മൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസാണ്. റൈസ് നമ്മളെപ്പോഴും ഈ ഭാഗത്തായിട്ട് ഇടാൻ പാടുള്ളൂ. എന്നാലും നമുക്കിത് മടക്കിയാൽ കൃത്യമായിട്ട് കിട്ടുള്ളൂ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലുണ്ട്. അത് ആവശ്യത്തിന് നമ്മുടെ മീറ്റ് എന്തിനാ, ചിക്കനാ ബീഫാ പോർക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ബുറിറ്റോസാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി. ചിക്കൻ അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഇടുക. അതിനുശേഷം സലാഡാണ്. സലാഡ് ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും ചിക്കൻ്റെ മുകളിൽ ഇടരുത്. ഇടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഇടാൻ പാടുള്ളൂ.
ടോപ്പിൽ ചീസ്, പിന്നെ നമ്മുടെ ലെറ്റസ്, അതിനുശേഷം നമ്മൾ ഒഴിക്കുന്നത് സോസാണ്. നല്ല സ്പൈസി സോസാണിത്. ഇത് ആവശ്യത്തിന് ജ്യൂസി ആയിരിക്കണം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ. ഇത് കുറച്ച് ചിപ്പോട്ട്ല കെച്ചപ്പാണ്. ചിപ്പോട്ട്ല എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ചില്ലീസാണ്. അപ്പോൾ ഇത് സ്പൈസിയാണ് ഐറ്റം. അപ്പോൾ ഇത് ആവശ്യത്തിന് നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ അവനൊന്ന് സെറ്റാവും. അതിനുശേഷം ഈ 2 സൈഡും ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇതാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ടത്. ഇത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഈ നമ്മുടെ അടിയിലത്തെ വിരലുകൊണ്ട് ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കണം. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ മടക്കിയെടുക്കുക. നമ്മുടെ ബുറിറ്റോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഞ്ജലി അവൾക്ക് ബുറിറ്റോ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത അഞ്ജലിയാണ് ബുറിറ്റോ ഉണ്ടാക്കാൻ പോണത്. യെസ്, എത്തി ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ. ആ അത് മതി, സെറ്റ്. അതെ, ചിക്കടും കുറച്ച് ഇത്ര ഇങ്ങോട്ട് കയറ്റിട്ടോ, എന്നാ ഹാഫ് ഇട്ടോ, അവിടെ ഇട്ടോ, ലൈൻ പോലെ അങ്ങനെ ഇട്ടോ, മൊത്തം ഇട്ടോ. അപ്പോൾ അഞ്ജലി മുംബൈയിലാണ് ജനിച്ചത് വളർന്നൊക്കെ. അമ്മ മലയാളിയാണ്, അതുകൊണ്ട് അവളുടെ അച്ഛനും മലയാളിയാണ്. പക്ഷെ ജനിച്ചത് വളർന്നത് മുംബൈയിലാണ്. അത് കാരണം എന്നിട്ട് മലയാളം തോടാ അല്ലേ. പിന്നെ നമുക്ക് ചീസാണ് വേണ്ട. ചീസ് ടോപ്പ്, ഓൺ ദ ടോപ്പ് ഇട്ടാൽ മതി കുറച്ച് ശേഷം. ആ ജ്യൂസ് ഉള്ള തന്നെ. ഓക്കെ, ആ സെറ്റ്. മറന്നിട്ടില്ല. സിക്സ് ആക്ക് എന്നിട്ട് ചിപ്പോട്ട്ല കെച്ചപ്പ്. എക്സാം ആണോ? അല്ല, എനിക്ക് പണ്ടത്തെ നൊസ്റ്റാൾജിയ അടിച്ചു. ആ സൈൻ ഓഫ് ചെയ്യണ പോലെ അടിയിൽ കൈ. ആ അതെ, അവിടുന്ന് പുഷി. അല്ലല്ല, ഇവിടെ വെച്ചിട്ട് ഇത് അമർത്ത്. അത് അങ്ങോട്ട് പോവാൻ പാടില്ല. ആ ആ അങ്ങനല്ല, ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ നോക്കിയാ നമ്മളിങ്ങനെ വെച്ചില്ലേ, ഈ ഫുഡ് ഉണ്ടല്ലോ, ഇത് ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോണം. കണ്ടാ, ഇപ്പൊ ഇത് ഫില്ലായില്ലേ, ഇങ്ങനെ അമർത്തി വെച്ചിട്ട് എന്നിട്ട് പ്രഷർ കൊടുക്കുക. കണ്ടാ, ഇങ്ങനെ വരണം. അപ്പൊ ഇത് പൊട്ടില്ല. ഓക്കെ, അപ്പൊ സെറ്റ്. അപ്പൊ നമ്മുടെ ബുറിറ്റോസ് പിന്നെ ഫുൾ മാർക്ക്. അപ്പൊ നമ്മുടെ ബുറിറ്റോസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോണും ഇവിടെ റെഡിയാണ്. അപ്പൊ ഇനി എന്താ, ടെസ്റ്റിംഗ് ടൈം. Lighting up the night, flames in the kitchen, everything's alright. Cooking a passion, it's a silly show. Chewing the rhythm, let the good times flow. അപ്പോൾ ഗൈസ്, നമ്മുടെ ബുറിറ്റോസ്, നമ്മുടെ കോൺ റിബ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റിംഗ് ടൈമാണ്. നമുക്ക് നമ്മുടെ ഗഡിയുള്ള ഫ്രണ്ട്സിനെ വിളിക്കാം. എല്ലാവരും ഇവിടെ ഉണ്ട്. കമോൺ, ബാ. അപ്പോൾ ഇന്നെല്ലാവരും ഉണ്ട്. അഞ്ജലി, നമ്മുടെ അക്ഷയ് ഇല്ല കേട്ടോ. അഞ്ജലി, ദിൽഷ, മായ, സിദ്ധാർത്ഥ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ടേസ്റ്റ് ഉണ്ടായാലോ. ദിൽഷ ടേസ്റ്റ് ചെയ്യും. കമോൺ. ഓക്കെ, അഞ്ജലി ടേസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഉണ്ടാക്കിയതാണോ അത്? തോന്നുന്നില്ല കേട്ടോ. മനസ്സിലാവണ്ടല്ലേ, കൊതി വരുന്നു. ചിക്കൻ മായും ടേസ്റ്റ് ചെയ്യും. എടുക്കൂ. അതിന് മുമ്പ് അതിലൊരു തക്കീലാണ്, നമ്മുടെ അൽത്തിയിലത്തെ സാധനമാണ്.
ഞങ്ങള് ഞങ്ങള് പാപ്പന്മാരാണ് അടിക്കില്ല. കുഴപ്പമില്ല അല്ലേ? എനിക്ക് എന്തുണ്ടാ ഉണ്ടാ പെപ്പറിക്കാട് ടേസ്റ്റ് വരുന്നുണ്ടോ നല്ലോണം? സ്വീറ്റ്നെസ്സാ? പെപ്പറിക്കാട് ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോണ് നമ്മുടെ ബൊറീറ്റോ. നല്ല ജ്യൂസ് ആയി വന്നിട്ടുണ്ട്. ലെറ്റ്സ് ടേസ്റ്റ്. നന്നായിട്ട് മിക്സ് ആയിട്ടുള്ള റൈസും ആ ചിക്കൻ ഭയങ്കര ഇഷ്ടം. അടിപൊളി അടിപൊളി. എന്തൊക്കെയാ കാണിക്കുന്നത്? എനിക്ക് വേണ്ടേ? ഇങ്ങനെ കഴിക്കും. കയ്യില പ്രസാദോ പ്രസാദം പ്രസാദം. എന്താ ചെയ്യാ കുട്ടികളെ? എനിക്ക് റൈസ് കഴിച്ച് കൊതി മാറിയില്ല. അധികം കൊതി വെക്കണ്ട, അത് എന്റെ വയറ്റില്ല. കൊതി വരുന്നു നോക്ക്. അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഫ്രം ടീം ബക്കാൽവോ. ഈ ചില്ലി കോൺ കറിനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ബീഫിന് വേണ്ടിട്ട് ഉണ്ടാക്കിയില്ലേ? എല്ലാത്തിലും ഒരു മിക്സ് അല്ലേ? അല്ലല്ലല്ല അല്ല എടി മെക്സിക്കൻ അല്ലേ? മെക്സിക്കനോ അല്ല മിക്സ് അല്ലാണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇടാൻ പറ്റും എനിക്ക്.